ബെന്നീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹണി ദിൽഖുഷ് ആൻഡ് ഹണി റെഡ് വൈൻ ആണ്. തുടർന്നും ഇതുപോലുള്ള തേൻ കൊണ്ടുള്ള വിഭവങ്ങൾ കാണുന്നതിനായി ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബെൽ ബട്ടൺ ഓണാക്കി വയ്ക്കുക. ആദ്യമായി ഇതിനാവശ്യമായ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മൾ ഒരു മുട്ട എടുക്കുന്നു. അത് പൊട്ടിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾ ഓയിൽ, അതായത് 150 മില്ലി വെജിറ്റബിൾ ഓയിൽ അതിനകത്തേക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. അത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ട മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. നമുക്ക് 300 ഗ്രാം മൈദ നമുക്കതിനകത്തേക്ക് ആഡ് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് ആവശ്യമായിരിക്കുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് നമുക്ക് സോൾട്ടാണ്. അതൊരു ടേസ്റ്റിനുള്ളത് 1/4 ടീസ്പൂൺ സോൾട്ട് ചേർക്കുക. അത് കഴിഞ്ഞ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. അത് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കണം. ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പാലാണ്. ചെറിയ ചൂടുള്ള പാല് 250 ml നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന കഴിഞ്ഞ് ആ കൂട്ടത്തിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഹണി, നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള ഹണി അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ഈ മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് നന്നായിട്ട് അത് മയമാകുന്ന സമയം വരെയും അതൊരു ടേബിളിലിട്ട് നന്നായിട്ട് അതിനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് നമ്മൾ വെച്ചതിന് ശേഷം അതിനെ ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ച്, അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് കിട്ടുമല്ലോ, ആ ഫിലിം ഉപയോഗിച്ച് അതിനെ നമ്മൾ മൂടി നല്ല ടൈറ്റായിട്ട് എയർ കയറാത്ത വണ്ണം മൂടി അവിടെ വെക്കുക. 1.5 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇതുപോലെ പാത്രം നിറഞ്ഞ് വരുന്നതായിട്ടാണ്, അതായത് ഇരട്ടിയായിട്ട് വരുന്നത് കാണാം. അതിനെ വീണ്ടും നമ്മൾ ടേബിളിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയതിന് ശേഷം അതിനെ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി വെക്കുക. ആ കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം ഇനിയാണ് നമ്മൾ അതിനെ പരത്തിയെടുക്കേണ്ടത്. ഒരെണ്ണം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി തിന്നല്ല, കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കുക. അങ്ങനെ ഒരെണ്ണം പരത്തിയെടുത്തതിന് ശേഷം ഒരെണ്ണം നല്ല കട്ടിക്കും പരത്തിയെടുക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ വേണ്ടത്. അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ തേങ്ങ ചിരകിയിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തതാണ്. അതിലേക്ക് തേനും കൂടെ മിക്സ് ചെയ്തു. ഒരു 3 ടേബിൾ സ്പൂൺ തേനും കൂടെ ഒഴിച്ച് അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള തേൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാത്രം അതിനകത്തേക്ക് എണ്ണ പുരട്ടിയിട്ട് എടുക്കണം. അപ്പം നമ്മളുടെ ഈ ദിൽഖുഷ് വെക്കാനായിട്ടുള്ള വലിപ്പത്തിലുള്ള ഒരു പാത്രം വേണം. ആ പാത്രത്തിനകത്ത് എണ്ണ പുരട്ടിയിട്ട് നമ്മൾ തിന്നായിട്ട് പരത്തിയ മാവ് നമ്മളതിനകത്തേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് അതിനുള്ളിലേക്ക് നമ്മളുടെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൻ്റെ സാധനം അതിനകത്തേക്ക് കോരിയിടുക. കോരിയിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിന് നടുക്കായിട്ട് വേണം അത് കോരി വെക്കാനായിട്ട്. സൈഡിൽ കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടിരിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മുകൾ ഭാഗം വെച്ച് ഒട്ടിക്കേണ്ടതാണ്. അപ്പം നമ്മൾ നടുക്കായിട്ടത് വെക്കുക. നല്ല കൃത്യമായിട്ട് അതിനെ ഒന്ന് ഒതുക്കി വെക്കണം. ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരല്പം വെള്ളം നമ്മളെടുക്കുക. ഒരു ചെറിയ പാത്രം, എന്നിട്ട് ആ വെള്ളം കയ്യിലൊന്ന് തൊട്ടിട്ട് ആ മാവിൻ്റെ സൈഡിൽ വെള്ളം തേച്ച് ഒന്ന് ചെറുതായിട്ട് ലൂസാക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ മുകളിൽ കട്ടിയുള്ള പാളി നമ്മളെടുത്ത് വെച്ചിട്ട് ആ വെള്ളം നനച്ച് തന്നെ അതിനെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒട്ടിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്ത് നമ്മൾ എഗ്ഗ് വാഷ് നടത്തണം. അതായത് മുട്ടയും പാലും കൂടെ ചേർത്ത് അടിച്ചിട്ട് അത് നമ്മളൊരു ബ്രഷിൽ എടുത്ത് തൂക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് പൊതിഞ്ഞ് അല്പസമയം കൂടെ വെക്കുക. അപ്പോഴത് വീണ്ടും ഇതൊന്ന് ഫെർമെൻ്റായിട്ടൊന്ന് പൊടിച്ച് വരുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്നിട്ട് നമ്മളുടെ ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഓവനിനകത്ത് 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഏകദേശം ഒരു 25 മിനിറ്റോളം സമയമാണ് നമ്മൾ വേണ്ടത്. അപ്പം 10 മിനിറ്റ് നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇതിനുള്ള റെഡ് വൈനും കൂടെ നമ്മൾ ചെയ്യാം. അതിന് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ കൊണ്ടുവെക്കുന്നു. നമ്മളൊരു നാരങ്ങ എടുക്കുക, അതിനെ കട്ട് ചെയ്യുക. ഗ്ലാസ്സിൽ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി ആദ്യമേ തന്നെ എടുത്ത് വെച്ചു. കുറച്ച് ഐസ് ക്യൂബ്സ് അതിനകത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ടു. എന്നിട്ടൊരു 1/4 നാരങ്ങയുടെ നീര് അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുക. 3 ടേബിൾ സ്പൂൺ ഹണി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു.
ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ തിളപ്പിച്ചാറിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ അതിനകത്തേക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ തന്നെ അത് നല്ല റെഡ് കളറിലേക്കായി വരുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ റെഡ് വൈൻ പോലെ ഇരിക്കും, കണ്ടു കഴിഞ്ഞാൽ വൈൻ്റെ അതേ നിറം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് വൈനല്ല, നമ്മളതിനങ്ങനെ പേര് കൊടുത്തിരിക്കും. ഇനി നമ്മുടെ ദിൽഖുഷ് നമ്മൾ എന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ബേക്കായി കിട്ടിയിട്ടുണ്ട്, അതിനെ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അലങ്കരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ ഒരു ദിൽഖുഷ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഹണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പഞ്ചസാര എന്ന് പറയുന്നൊരു സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ എല്ലാത്തിനും ഹണിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം തികച്ചും ആരോഗ്യകരമായ ഒരു ഫുഡ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു.